ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. രാവിലെ വന്ന ഓർഡറാണ്. അപ്പോൾ പിന്നെ അത് ചെയ്തേക്കാം അല്ലേ. പകുതി ചെയ്തു വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ ഓടിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 kg കേക്കിന് 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. വാനില എസൻസ് ഒഴിച്ചു. ഇനി അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. പതപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നത്. എഗ്ഗ് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്പീഡ് കൂടുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പതിയെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് ഓൾറെഡി നമ്മുടെ കേക്ക് ടിന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് 2-3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ, ബബിൾസ് പോകാൻ. എന്നിട്ട് നമുക്ക് നേരെ ഓവനിലേക്ക് കയറ്റാം. എനിക്കിപ്പം ഇതിവിടെ ബേക്കായി വരാനായിട്ട് ഒരു 45 മിനിറ്റ്സ് എടുക്കും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ഞാൻ ചെറിയ ചൂട് മാറിയപ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷേ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സോഫ്റ്റ്നെസ് ഓവറായി പോയിട്ടാണോ എന്നറിയില്ല, നമ്മുടെ കേക്ക് ഒന്ന് നടുവേ ഒന്ന് കട്ടായി. അല്ലെങ്കിലും അതങ്ങനെയാണല്ലേ, നമുക്ക് തിരക്കുള്ള ദിവസം പണി എത്തില്ലേ വരുന്നു എന്നറിയാൻ പാടില്ല. മൊത്തത്തിൽ പണിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതിനിടയിൽ നമ്മുടെ പഞ്ചസാര ലൈനിങ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്രീം ചെയ്യാമല്ലേ. ഇന്ന് നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മൊത്തത്തിൽ ഒരു അലമ്പ് ദിവസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നത് മനസ്സിലാക്കുന്നത് എനിക്ക് വ്യൂവേഴ്സ് കൂടുമ്പോഴാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ട്. ബാക്കി ചെയ്യുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.